ചേച്ചി എന്തെങ്കിലും റെഫറൻസ് നോക്കുവാണോ? ഏയ്, ഞാൻ വെറുതെ വായിച്ചിരുന്നേ ഉള്ളൂ. മനസ്സിന് കൃത്യമായി എന്തെങ്കിലും ജോലി കൊടുത്തില്ലെങ്കിൽ അത് നമ്മളെ വിഴുങ്ങുന്ന ഒരു രാക്ഷസനായി മാറും എന്ന് കേട്ടിട്ടില്ലേ? മാധവി ഇരിക്കെ. മാധവിക്ക് കാര്യമായിട്ട് എന്തോ എന്നോട് ചോദിക്കാനുണ്ടല്ലേ? ഉണ്ട് ചേച്ചി. എന്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട്. അതിനുത്തരം തരാൻ പറ്റിയ ആൾ ചേച്ചി തന്നെയാ. ആണോ? എങ്കിൽ ചോദിച്ചോ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം. അന്ന് ആദർശിന്റെ ജാതകം നോക്കിയപ്പോ വിവാഹം ഉടനെ നടത്തിയില്ലെങ്കിൽ പിന്നെ വിവാഹം നടക്കാത്ത വിധം ദോഷമുണ്ടെന്ന് ചേച്ചി പറഞ്ഞിരുന്നില്ലേ? ഉവ്വ്, പറഞ്ഞിരുന്നു. അത് ഇപ്പൊ സംഭവിച്ച ഈ ഇഷ്യൂവിന്റെ കാരണം കൊണ്ടായിരുന്നോ? അറിയില്ല. അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കുക എന്നൊന്നും കൃത്യമായി ആർക്കും അറിയാനോ പ്രവചിക്കാനോ കഴിയില്ല മാധവി. നമ്മൾ ആദർശിന്റെ വിവാഹത്തെക്കുറിച്ച് അറിയാനാ പ്രശ്നം വെച്ച് നോക്കിയത്. അതിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ് അന്ന് ഞാൻ പറഞ്ഞത്. അതെല്ലാം സത്യമാണെന്ന രീതിയിലല്ലേ ഇപ്പൊ സംഭവിച്ചത്? അന്ന് ആദർശിന്റെ വിവാഹം നടന്നില്ലായിരുന്നുവെങ്കിൽ ഇനി അവനൊരു പെണ്ണ് കിട്ടാൻ തന്നെ എന്ത് ബുദ്ധിമുട്ടായിരുന്നേനെ. അതും പറയാൻ പറ്റില്ല മാധവി. ആദർശ് മീരയെ വിവാഹം കഴിച്ചതുകൊണ്ടല്ലേ ഓഫീസിൽ പുതിയ വേക്കൻസി വന്നതും അവിടേക്ക് ആ മരിച്ചുപോയ പെൺകുട്ടി വന്നതും. ആദർശ് വിവാഹം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു സംഭവം പോലും ചിലപ്പോ ഉണ്ടായിന്ന് വരില്ല. മാധവി എന്താ ആലോചിക്കുന്നത്? അഭി ഇടയ്ക്കിടയ്ക്കിരുന്ന് പറയും വന്നു കയറുന്നവരുടെ ജാതകദോഷം കൊണ്ടും പല കുഴപ്പങ്ങളും ഉണ്ടാവുമെന്ന്. ഞാനതൊന്നും അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. ഇതിപ്പോ ചേച്ചി പറഞ്ഞതും കൂടെ ചേർത്ത് വെച്ച് വായിച്ചാ അവൻ മീരയെ വിവാഹം കഴിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മീരയ്ക്ക് ജാതകദോഷം ഉണ്ടാവും. അതെന്താണെന്ന് കണ്ടെത്തി ഉടനെ പരിഹാരം ചെയ്യണം ചേച്ചി. നമുക്ക് എങ്ങനെയെങ്കിലും ആദർശിനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. ആദർശിന്റെയും മീരയുടെയും ജാതകം ഞാൻ പരിശോധിച്ചതല്ലേ. അതിൽ മീരയുടെ ജാതകത്തിൽ ഒരു ദോഷവും ഞാൻ കണ്ടിരുന്നില്ല. അല്ല, ഒരു മനുഷ്യന് ഒരു ദോഷവും ഇല്ലാതെ വരില്ലല്ലോ. ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിലും എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലൂടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയല്ലേ പറ്റൂ. അതെ, അത് സത്യമാണ്. അതൊക്കെ ഓരോരുത്തരുടെ കർമ്മങ്ങൾ അനുസരിച്ച് അതിലേക്ക് വന്നു ചേർന്ന കാര്യങ്ങളാണ്. പിന്നെ കാലദോഷത്തിന്റെ പ്രശ്നങ്ങളും ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ ആർക്കും ആവില്ല. ഈശ്വരൻ മനുഷ്യ അവതാരം എടുക്കുമ്പോ എന്തൊക്കെ അനുഭവിക്കുന്നു? ശ്രീരാമൻ അനുഭവിച്ചത്ര വേദനയും പ്രതിസന്ധികളും ഭൂമിയിലെ ഏതെങ്കിലും സാധാരണക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ? ശ്രീകൃഷ്ണന് വധഭീഷണി ഉണ്ടായിരുന്നത് സ്വന്തം അമ്മാവനിൽ നിന്നായിരുന്നു. ഭഗവാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ തരണം ചെയ്താണ് ജീവിച്ചത്. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന ഏതൊരു പ്രതിസന്ധിയെയും ധൈര്യമായിട്ട് നേരിടുക എന്നതായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ട രീതി. ബാക്കിയെല്ലാം ഈശ്വരന് വിടുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റൂ. തത്വമൊക്കെ പറയാനും കേൾക്കാനും കൊള്ളാം. ആദർശിന്റെ കാര്യത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്കറിയേണ്ടത്. ആദർശിന്റെയോ മീരയുടെയോ ജാതകദോഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെങ്കിൽ അതിന് പരിഹാരം കാണണം. അത് ചേച്ചിക്കറിയാൻ കഴിയുമല്ലോ. മീരയുടെ കാര്യത്തില് നമുക്ക് തെറ്റുപറ്റിയോ എന്നെനിക്ക് സംശയമുണ്ട് ചേച്ചി. ഒന്നാലോചിച്ചാൽ മീരയുടെ സാമീപ്യം മൂലം പല പ്രശ്നങ്ങളും അവരുടെ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. അവള് ജനിച്ചതേ ഒരു അസുഖക്കാരിയായിട്ടാ. അതിന്റെ ടെൻഷനിൽ ഓവർ കെയറിങ് കൊടുത്താണ് മീരയുടെ അമ്മ മരിച്ചത്. അത് കഴിഞ്ഞ് അധികം താമസിയാതെ അവളുടെ മുത്തശ്ശി തളർന്നുപോയി. ഇപ്പൊ മീരയുടെ വിവാഹം കഴിഞ്ഞ് അധികം താമസിക്കും മുമ്പ് ഭർത്താവ് ജയിലിലുമായി. അവൾ ആരോടടുത്താലും അവരെല്ലാം പ്രശ്നങ്ങളിലാവുന്നുണ്ട്. മാധവിക്ക് ഇതെന്താ പറ്റിയത്? അഭിരാമിയുടെ കൂടെ നിന്ന് അവളുടെ വാക്കുകൾ കേട്ട് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടോ? അവരുടെ കുടുംബത്തിൽ മീരയുടെ ജനനത്തോടെ ഉണ്ടായ നല്ല കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഒരു ദിവസം മതിയാവാതെ വരും.
പിന്നെ ഈ പറഞ്ഞ അമ്മയുടെ മരണം അതൊരു ആക്സിഡന്റ് ആയിരുന്നു. ആർക്കും എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണത്. നമ്മുടെ നാട്ടില് അത് നിത്യസംഭവമാ. മുത്തശ്ശിക്ക് വയ്യാതായത് അവർ ആ സമയത്ത് പ്രോപ്പർ മെഡിറ്റേഷൻ ഒന്നും ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ടാ. മീരയ്ക്ക് ആ തറവാട്ടിലെ വിഗ്രഹം തിരിച്ചു കിട്ടിയ ശേഷം മീര പൂജ ചെയ്തു തുടങ്ങി. അതോടെ ഒരു വലിയ കുടുംബത്തിലെ പല തായ്വഴികളിലുള്ള എല്ലാവരുടെ ജീവിതത്തിലും ഐശ്വര്യം കടന്നു വരികയാണ് ചെയ്തത്. ഇതൊന്നും നമ്മൾ മറക്കരുത് മാധവി. ഇപ്പൊ മാധവിയുടെ മനസ്സാകെ കലങ്ങിയിരിക്കുക. അതാണ് നേരായ വഴിയിൽ ചിന്തകൾ സഞ്ചരിക്കാത്തത്. മനസ്സിന് തെളിച്ചം കിട്ടാൻ നല്ല പ്രാർത്ഥന വേണം. അതുണ്ടായാൽ എല്ലാം ഒരു പരിധി വരെ ശരിയാകും. ഭഗവാന്റെ നാമം മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. എല്ലാം ശരിയാവും. വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകൾ പ്രോത്സാഹിപ്പിക്കരുത്.